Now let us discuss about the active methylene compound diethyl malonate. Diethyl malonate എന്ന് പറഞ്ഞാൽ നമ്മുടെ മെലോണിക് ആസിഡിന്റെ എന്ന് പറഞ്ഞാൽ ഡൈകാർബോക്സിലിക് ആസിഡ് ആണ് രണ്ട് COH ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരു CH2. That's the structure of malonic acid. അതിന് corresponding ester ആണ് CH2 COOET. This is the ethyl ester of malonic acid. So that is diethyl malonate is considered as an active methylene compound because ഈ രണ്ട് ഈഥൈൽ എസ്റ്റർ ഗ്രൂപ്പ് അതിൻ്റെ ഇടയിലാണ് ആ CH2 ഗ്രൂപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ CH2 ഗ്രൂപ്പിന്റെ ഹൈഡ്രജൻ ഭയങ്കര ആക്റ്റീവ് ആണ്. അതായത് ക്യാൻ ബി ഈസിലി റീപ്ലേസ്ഡ്. പെട്ടെന്ന് H+ ആയിട്ട് പോവാൻ റെഡി ആയിട്ടിരിക്കുന്നു. കാരണം രണ്ട് എന്താ മൈനസായി ഇഫക്റ്റ് ഉള്ള നന്നായിട്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളുടെ ഇടയിലാണ് ആ CH2 ഗ്രൂപ്പ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഇസ് വെരി ഈസി ടു റിമൂവ് ദാറ്റ് ഹൈഡ്രജൻ. ഇറ്റ് ഇസ് നോൺ ആസ് എൻ ആക്റ്റീവ് മെഥിലിൻ കോമ്പൗണ്ട്. ഒത്തിരി റിയാക്ഷൻസ് ഉണ്ടായിട്ട് അപ്പോൾ അതിന്റെ സിന്തറ്റിക് യൂസസ് വേറെ ഒത്തിരി ഡെറിവേറ്റീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ പാറ്റേൺ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൻ്റെ പല സിന്തസിസും തന്നെ ഉണ്ടാക്കി എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹെക്സനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്, ഡൈമീഥൈൽ അസറ്റിക് ആസിഡ്, എഡിപ്പിക് ആസിഡ്, സക്സിനിക് ആസിഡ്, സൈക്ലോബ്യൂട്ടൈൻ കാർബോക്സിലിക് ആസിഡ്, സൈക്ലോബ്യൂട്ടൈൻ 1,2 ഡൈകാർബോക്സിലിക് ആസിഡ്, ഇത്രയും സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ആസിഡിന് ഡെറിവേറ്റീവ്സ് ഒക്കെ നമുക്ക് ഇതിന്റെ ഒരു പാറ്റേൺ ഓഫ് റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പാറ്റേൺ ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, ഈ CH2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈലി ആക്റ്റീവ് ആണ്. അതിന്റെ ഹൈഡ്രജനെ നമുക്ക് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സോഡിയം എത്തോക്സൈഡ് എന്ന് പറയുന്ന ഒരു ബേസിക് സ്ട്രോങ് ബേസ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ H+ അയണിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് കയറും? സോഡിയം കയറും. അപ്പം ഒരു സോഡിയം സോൾട്ട് ഓഫ് പെർട്ടിക്കുലർ തിങ് കിട്ടും നമുക്ക്. ഇവിടെ എന്ത് സംഭവിച്ചിരിക്കണമെന്ന് നോക്കി, ഇവിടുത്തെ ഹൈഡ്രജനെ മാറ്റി ഒരു സോഡിയം കയറി. ഓക്കെ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. കാരണം ഈ സോഡിയത്തിനെ റീപ്ലേസ് ചെയ്യാം നമുക്ക് വേറെ ഏത് ഗ്രൂപ്പ് വെച്ചിട്ട് വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം. കുറച്ചും കൂടി ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ ഒരു ഹൈഡ്രജനും കൂടി ഉണ്ട് അല്ലെ, അതിനെ വേണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി സോഡിയം മെത്തോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അത് പറയാം. സോ സോഡിയം മെത്തോക്സൈഡ് വെച്ചിട്ടുള്ള റിയാക്ഷൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഈ ഗ്രൂപ്പിനെ നമുക്ക് ഏതെങ്കിലും ആൽക്കൈൽ ഗ്രൂപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കും. അപ്പോൾ സോഡിയം ഹാലൈഡ് ആയിട്ട് അത് പോകും. ബാക്കിയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്ത് വരും. അങ്ങനെയാണ് ഒരു ജനറൽ പാറ്റേൺ ഓഫ് റിയാക്ഷൻ തന്നെ. അപ്പോൾ നോക്കൂ, ഞാൻ ഇനി എല്ലാത്തിനും എടുക്കാൻ പോകുന്നത് ഈ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത് സോഡിയം മെലനേറ്റ് പോലത്തെ ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. സോഡിയം ഓക്സൈഡ് വെച്ചിട്ട് മെലോണിക് എസ്റ്ററിനെ ട്രീറ്റ് ചെയ്യാം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? CH2 ഗ്രൂപ്പിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഞാനിനി ഇത് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യണേ ഇനിയുള്ള റിയാക്ഷൻസ് ഒക്കെ. അപ്പം ഇതിലേക്ക് ഒരു ആൽക്കൈൽ അയോഡൈഡ് ആഡ് ചെയ്തു. അപ്പൊ എന്താ പറ്റാൻ നോക്കി, ഈ അയഡിനും ഈ സോഡിയം കൂടെ പോകും. ബാക്കിയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് CH അറ്റാച്ച്ഡ് ആവും. സോ യു വിൽ ഗെറ്റ് എ കോമ്പൗണ്ട് ലൈക്ക് ദിസ്. ഇനി ഇവിടെ വേറൊരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ, അതും ഭയങ്കര ആക്റ്റീവ് ഹൈഡ്രജനാണ്. അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും ഒരു സോഡിയം മെത്തോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ വീണ്ടും ഒരു സോഡിയം കയറും. ഓക്കെ, ആ സോഡിയത്തിന്റെ അകത്തേക്ക് വീണ്ടും വേറൊരു ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യാം. ഞാനിവിടെ R1 എന്ന് എഴുതാം, ഇത് R2 എന്ന് എഴുതാം. വീണ്ടും ഒരു ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യാം. അപ്പൊ എന്ത് പറ്റും? ഈ അയഡിനും ക്ലോറിനും സോഡിയം പോയിട്ട് NaI പോകും. ബാക്കി R2 എന്ന് പറയുന്ന ഗ്രൂപ്പും കൂടി എന്തിലേക്ക് കയറും? ആ കാർബണിലേക്ക് ഇൻസേർട്ട് ആവും. ഇനി ഇതിനെ ഇവിടെ നോക്കൂ, ഈ കാർബണിൽ രണ്ട് എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. ആ എസ്റ്റർ ഗ്രൂപ്പിന് കറസ്പോണ്ടിങ് ആസിഡ് ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? KOH വെച്ചിട്ട് ഒരു ഹൈഡ്രോളിസിസ്, എസ്റ്റർ ഹൈഡ്രോളിസിസ് നടത്താം. അത് കഴിഞ്ഞ് ഫൈനലി ആസിഡിഫൈ ചെയ്യാം. അപ്പോൾ എസ്റ്റർ ഗ്രൂപ്പ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു ദ കറസ്പോണ്ടിങ് ആസിഡ് COH ആയിട്ട് കൺവേർട്ടഡ് ആവും. ഇനി ഒരു കാർബണില് നമുക്കറിയാം, കാർബണില് 4 വാലൻസി ആണുള്ള. ഒരു കാർബണിൽ തന്നെ അതിന്റെ 2 വാലൻസിയിൽ COH ഗ്രൂപ്പുകൾ കയറിയാൽ ഭയങ്കര അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താൽ ഒരു 150 to 200 ഡിഗ്രി ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് കാർബൺ ഡയോക്സൈഡ്, ഏതെങ്കിലും ഒരു കാർബൺ ഡയോക്സൈഡ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു ആസിഡ് ഗ്രൂപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മോണോ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ജനറൽ പാറ്റേൺ കാണുമ്പോൾ തന്നെ ഇത് എന്തിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടും. ആസിഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഈ
ഡൈഇഥൈൽ മെലോണേറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഒരു ഐഡിയ. ഈ ഒരു ജനറൽ പാറ്റേൺ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഇത്രയും വരെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 8 എണ്ണം 1 2 1 2 3 4 5 6 7 കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് ഈ പാറ്റേണിലാണ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഈ പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ ഇത് 7 എണ്ണം നമുക്ക് സിന്തസൈസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഓരോന്ന്. ഫസ്റ്റ് വൺ, സിന്തസിസ് ഓഫ് ഹെക്സനോയിക് ആസിഡ്. ഹെക്സനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ഉള്ള ആസിഡാണ് അല്ലെ. 1 2 3 4 5 6 കാർബൺ ഉള്ള ആസിഡാണ്. അപ്പൊ ഇതില് ഒരു CH2COOH എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട്. CH2COOH. ഈ ഗ്രൂപ്പ് നമ്മളുടെ ഡൈഇഥൈൽ മെലോണേറ്റിൽ നിന്ന് വരുന്ന ഗ്രൂപ്പാണ്. എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് ഈ റിയേജന്റിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ബാക്കിയുള്ളതോ, ഇവിടെയുള്ള ഈ 4 കാർബൺ എവിടെ നിന്നായിരിക്കും വരണേ? അത് നമ്മൾ പുറത്തുനിന്ന് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളിവിടെ R ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എടുക്കുന്നില്ലേ, അത് ഈ 4 കാർബൺ ഉള്ള ഒരു ചെയിൻ ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മെലോണേറ്റിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് കയറിക്കോളും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ സോഡിയം മെലോണേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അകത്തേക്ക് ഈ R1I എന്ന് പറയുന്നതിന് പകരം ഇവിടെ എഴുതാം, ഇത് സോഡിയം മെലോണേറ്റ്. ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു ആൽക്കൈൽ അയഡൈഡ് ആഡ് ചെയ്യാൻ പോവാം. അപ്പൊ അതിന് പകരം ഞാൻ എടുക്കുന്ന ആൽക്കൈൽ എന്തായിരിക്കണം? CH3 CH2 CH2 CH2I. നോക്കൂ, 1 2 3 4 കാർബൺ ഉള്ള ഒരു അയഡൈഡ്, ഒരു ചെയിനും പ്ലസ് അയഡൈഡ്. ഇത് ഇതിന്റെ ബാക്കിലേക്ക് ഞാൻ കയറ്റാൻ പോവാം. അപ്പൊ എന്ത് കിട്ടുന്ന? CH3 CH2 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 കഴിഞ്ഞിട്ട് നമ്മുടെ മെലോണേറ്റിന്റെ ഗ്രൂപ്പ് CH COOET. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ? ഇപ്പൊ 2 എസ്റ്റർ ഗ്രൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള റിയേജൻസ് ഏതൊക്കെയാ? KOH, ഹൈഡ്രോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ HCl ഒഴിക്കുക. അപ്പൊ എന്ത് പറ്റും? ഹൈഡ്രോളൈസ്ഡ് ആയ സാധനത്തിനകത്ത് H+ അയൺ കയറും. അതിന് പൊട്ടാസ്യം സോൾട്ട് ആയിട്ടായിരിക്കും ആദ്യം ഇരിക്കുന്നത്, അതിനകത്ത് H+ കയറും. അപ്പോൾ നമുക്ക് CH3 CH2 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 CH കഴിഞ്ഞ് ഇവിടെ COOH വേണ്ട. അപ്പൊ 2 ആസിഡ് ഒരു കാർബണയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? ഒരു CO2 കളഞ്ഞാൽ പോരെ, നമുക്ക് ഈ പറഞ്ഞ ഹെക്സനോയിക് ആസിഡ് കിട്ടില്ലേ? അപ്പോ അതിന് ചുമ്മാ 150 ഡിഗ്രി ഹീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ -CO2 പോവും, കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് നിന്ന് പോവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? CH3 CH2 CH2 COOH. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ, അതും കൂടി ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യും. സോ യു വിൽ ഗെറ്റ് ദ ഹെക്സനോയിക് ആസിഡ്. ഓക്കെ, ഹെക്സനോയിക് ആസിഡ് അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്ത ആസിഡ് ഏതാ നോക്കൂ? 2-methyl butanoic acid. 2-methyl butanoic acid എന്ന് പറഞ്ഞാൽ ആസിഡ് ഒന്ന് എഴുതി നോക്കുക, അതിന്റെ സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് CH3 CH2 CH CH3 COOH എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ CH COH ഈ ആസിഡും അതിന്റെ തൊട്ടിപ്പുറത്തുള്ള CH ഗ്രൂപ്പ് അത് എന്തിൽ നിന്നാണ് വരണതെന്ന് മനസ്സിലാക്കണം. ഡൈഇഥൈൽ മെലോണേറ്റിൽ നിന്നാണ് വരുന്നത്. ഡൈഇഥൈൽ മെലോണേറ്റിന്റെ ഇത്രയും പോർഷൻ ആണ് ഇതായിട്ട് കൺവേർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. മറ്റൊരു കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുമ്പോൾ അത് പോകും, അങ്ങനെയാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ള ഈ 2 ഗ്രൂപ്പുകൾ നമ്മൾ എക്സ്റ്റേണൽ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ ഇവിടെ ആഡ് ചെയ്യേണ്ട 2 ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യേണ്ടി വരും. R1I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3 CH2I ആയിരിക്കും ഈ ഗ്രൂപ്പിന്. ഓക്കെ, ഇനി R2I രണ്ടാമത്തെ ആൽക്കൈൽ ഹാലൈഡ് എന്തായിരിക്കും? CH3I ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷനും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ അകത്തേക്ക് R1I എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോണേ? CH3 CH2I അതാണ് കേൾക്കുന്നത്. അപ്പൊ എന്താണ്? സോഡിയം അയഡൈഡ് പോയി. ഓക്കെ, ഇനി ആൽക്കൈൽ ആറിന് പകരം ഇവിടെ എന്താ? CH3 CH2. ഓക്കെ, അപ്പൊ ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് കയറി അല്ലെ. ഇനി ഒരു ഗ്രൂപ്പും കൂടി കയറാനുണ്ട്. അതിന് മറ്റേ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സോഡിയം മെത്തോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യാം. അപ്പൊ സോഡിയം സോൾട്ട് ആവും, വീണ്ടും ആ ഹൈഡ്രജൻ പോയിട്ട് അവിടെ സോഡിയം ആവും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ R2I ആഡ് ചെയ്യണം. R2I എന്താ പറഞ്ഞത്? CH3I ആണ് അല്ലെ. അപ്പം R2Iക്ക് പകരം CH3I. ഇവിടെ R1 എന്ന് പറഞ്ഞാൽ CH2 CH3. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം കയറി കേട്ടോ. CH3 CH2 കയറി, പിന്നെ ഒരു CH3യും കയറി. ഇനി നമുക്കറിയാം എസ്റ്റർ 2 എണ്ണം ഒരു എസ്റ്റർ ഉണ്ടെങ്കിൽ അതിനെ ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ KOH HCl ചെയ്താൽ മതി അല്ലെ. ഇവിടെ CH3. ഓക്കെ, രണ്ട് COH ഗ്രൂപ്പ് ഒരു കാർബണിലുണ്ടെങ്കിൽ, ഒറ്റ കാർബണിലുണ്ടെങ്കിൽ അതിന് ചൂടാക്കി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് പോകും. അതുവരെ
അപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഫൈനൽ നോക്കി. ഓക്കെ, ദിസ് ഇസ് ദ ഫൈനൽ കോമ്പൗണ്ട്. ബോണ്ട് വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കണേ. ഈ കാർബണിലേക്ക് തന്നെ അടുത്ത കാർബണിലേക്ക് അങ്ങനെ കണക്ഷൻ മാറിപ്പോകരുത്. അങ്ങനെ എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു പോകാണ്ട് ആ ബോണ്ടുകൾ കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കും. ഇനിയിപ്പോൾ ഇതുപോലെ ഡൈമീഥൈൽ അസിറ്റിക് ആസിഡ് ആണെങ്കിൽ ഒന്ന് നോക്കുക. ഈ CH എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഇതിൽ നിന്നാ വരുന്നതെന്ന് പറഞ്ഞെടുക്കണം. ഡൈഇഥൈൽ മെലോണേറ്റിൽ നിന്ന് വരുന്നതായിട്ട് എടുക്കണം. ബാക്കിയുള്ള CH3 ഗ്രൂപ്പിനെ എന്ത് ചെയ്യണം? അത് ഓരോ ആൽക്കൈൽ ഹാലൈഡ് R1 എന്ന് പറയുന്നത് R1I എന്ന് പറയുന്നത് CH3I ആയിരിക്കും. R2I എന്ന് പറയുന്നത് CH3I ആയിരിക്കും. രണ്ട് പ്രാവശ്യം അത് കേൾക്കണം. അതിപ്പോൾ ഇത് ചെയ്തതുപോലെ തന്നെ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഈ CH3 പകരം CH3I ആക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. കണ്ടോ? ഞാൻ ഈ സെയിം പാറ്റേണിൽ തന്നെ മായ്ച്ചാണ് വരയ്ക്കുന്നത്. അതിന്റെ റീസൺ സെയിം പാറ്റേൺ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിംഗിൾ പാറ്റേൺ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എത്ര കോമ്പൗണ്ട്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു. 7 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ഈ പാറ്റേൺ ഒന്ന് പഠിച്ചിരിക്കുക. ഇനി നമ്മൾ അഡിപ്പിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ് പറയാൻ പോകുന്നത്. അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്. CH2COH CH2CH2CH2CH2COH. ഇതൊരു 1 2 3 4 കാർബൺ ഇടയിൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒരു COH ഗ്രൂപ്പുള്ള ഒരു ആസിഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ CH2COH പാർട്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ പറയുന്നത് ഡൈഇഥൈൽ മെലോണേറ്റിൽ നിന്ന്. അപ്പോൾ 2 പാർട്ട് ഉണ്ട് അങ്ങനത്തെ. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ 2 ഡൈഇഥൈൽ മെലോണേറ്റുകളുടെ ആവശ്യമുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഞാനൊരു സോഡിയം സോൾട്ട് വെച്ചിട്ട് തന്നെ പറഞ്ഞുതരാം. അത് ഒരു മെലോണേറ്റ് സോഡിയം സോൾട്ട് ആക്കുക, അടുത്ത മെലോണേറ്റും സോഡിയം സോൾട്ട് ആക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ആരെ വേണം? CH2 വേണം. അപ്പോൾ ആ 2 എണ്ണത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഒരു ബ്രോമിനെ പിടിപ്പിക്കുക. അങ്ങനെയുള്ളൊരു കോമ്പൗണ്ട് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? ഈ സോഡിയം ബ്രോമൈഡ് അല്ലെങ്കിൽ ഇവിടെയുള്ള സോഡിയം ബ്രോമൈഡ് ഒക്കെ റിമൂവ് ആവും. കേട്ടോ, ഈ 2 സോഡിയം ബ്രോമൈഡും കൂടെ റിമൂവ് ആവും. അതിൻ്റെ ബോണ്ട് വിൽ ബി ഫോംഡ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ? ഈ എസ്റ്ററിനെ മാറ്റി ആസിഡ് ആക്കണം. അതിന് നമ്മൾ എന്താ വെച്ച് ട്രീറ്റ് ചെയ്യേണ്ടത്? KOH HCl. കണ്ടോ, ഇത് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആസിഡാവും, ഇതും ആസിഡാവും, ഇവിടെ ആസിഡാവും, ഇതും ആസിഡാവും. ഇനി എന്ത് ചെയ്താൽ മതി? ഡീകാർബോക്സിലേഷൻ ചെയ്യണം. ഡീകാർബോക്സിലേഷൻ ചെയ്യുമ്പോൾ ഈ ഒരെണ്ണം പോകും, ഇവിടെ ഒരു ഹൈഡ്രജൻ കയറും, ഇവിടെയും പോകും, ഇവിടെ ഹൈഡ്രജൻ കയറും. അപ്പോൾ എന്തായി? കോമ്പൗണ്ട് ഈസ് ഫോം. അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്ന നമ്മുടെ കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇനി സക്സനിക് ആസിഡും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയേ. സക്സനിക് ആസിഡ് ഉണ്ടാക്കണമെങ്കിൽ COOET നമ്മുടെ സോഡിയം മെലോണേറ്റ് എടുക്കാം, ഡൈഇഥൈൽ മെലോണേറ്റ് എടുക്കാം, ഡൈഇഥൈൽ മെലോണേറ്റ് എടുക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ. സക്സനിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡിൻ്റെ അകത്ത് 2 CH2COH ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും ആൽക്കൈൽ ഹാലൈഡ് ആഡ് ചെയ്യാനൊന്നുമില്ല. ചുമ്മാ ഹാലൈഡ് ആഡ് ചെയ്താൽ മതി. എന്ത്? ഒരു അയഡിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അയഡിൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു അയഡിൻ ഈ സോഡിയത്തിൻ്റെ കൂടെ, ഒരു അയഡിൻ ഇപ്പോഴത്തെ സോഡിയത്തിൻ്റെ കൂടെ പോകും. ബാക്കി എന്താ? അപ്പോൾ ഇവർ തമ്മിൽ ഈ 2 മോളിക്യൂൾ തമ്മിൽ ഒന്ന് ലിങ്ക് ആയിക്കോളും. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ ചെയ്യുന്ന പഴയ പണി, ഇത് ഹൈഡ്രലൈസ് ചെയ്യുക, KOH and HCl വെച്ചിട്ട്, പിന്നെ ഡീകാർബോക്സിലേഷൻ ചെയ്യുക. കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് കളയും. കണ്ടോ, ചൂടാക്കിയാൽ മതി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പൊക്കോളും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സക്സനിക് ആസിഡും കിട്ടും. ഓക്കെ, ഇനി സൈക്ലോബ്യൂട്ടൈൻ കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, സൈക്ലിക് സ്ട്രക്ചറാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ റിയേജൻസ് പറഞ്ഞുതരാം. ഏതൊക്കെയായിരിക്കും? ഈ CHCOH അതെന്ത് ചെയ്യുന്ന പറയണേ? നമ്മുടെ മെലോണിക് ഡൈഇഥൈൽ മെലോണേറ്റിൽ നിന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു CH2 3 കാർബൺ ഉള്ള ഒരാൾ വേണം. അതിൻ്റെ കൂടെ ആര് വേണം? 2 അതിൻ്റെ അപ്പുറം ഇപ്പുറം 2 ബ്രോമിനും കൂടി കയറ്റി കഴിഞ്ഞാൽ സോഡിയം സോൾട്ട് ആക്കിയാൽ ഇതിനെ ജോയിൻ ചെയ്യാൻ പറ്റില്ലേ? അതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാം. നമുക്ക് ഒരു സോഡിയം ഡൈഇഥൈൽ മെലോണേറ്റിന്റെ സോഡിയം വെച്ച് റീപ്ലേസ് ചെയ്ത് ഒരെണ്ണം എടുത്തു. എന്നിട്ട് ഇപ്പുറത്ത് നമ്മൾ എടുക്കുന്നത് ഈ 3 കാർബണും അറ്റത്ത് 2 ബ്രോമിനും ഉള്ള ഒരു മോളിക്യൂളാണ്. കണ്ടോ, 2 ബ്രോമിൻ 3 കാർബൺ. ഓക്കെ, അപ്പോൾ ഒരു ബ്രോമിനും ഒരു ഇതും കൂടെ കണക്ട് ആവും. അപ്പോൾ നമുക്കൊരു ഒരു കണക്ഷൻ കിട്ടി. ഇനി അടുത്ത ബ്രോമിനെയും കയറ്റണ്ടേ? അതിനെന്താ ചെയ്യണ്ടേ? ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടി ഉണ്ടല്ലോ. അതിനെ നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യണം? സോഡിയം മെറ്റോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ മാറി അവിടെ സോഡിയം കയറും. ഓക്കെ, സോഡിയം കയറും. സോ ഇനി ഈ സോഡിയവും ഈ ബ്രോമിനും കൂടി നമുക്ക് കളയാൻ പറ്റും. എങ്ങനെ കളയാം? NaPr ആയിട്ട് കളയാം. അപ്പോൾ പറയുന്ന സാധനത്തിൽ നമ്മുടെ ഏകദേശം സ്ട്രക്ചർ ആയില്ലേ? ഇവിടെ പിന്നെ എസ്റ്ററാണ്. എസ്റ്ററിന് എന്ത് ചെയ്യണം? ഹൈഡ്രലൈസ് ചെയ്യുക, KOH HCl വെച്ചിട്ട്. അപ്പോൾ ആസിഡ് ആകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആസിഡിനെ ഡീകാർബോക്സിലേഷൻ ചെയ്താൽ ഒരു ആസിഡ് പോകും. ഓക്കെ, അപ്പോൾ അതിന് ഫൈനലി ഈ കോമ്പൗണ്ട് കിട്ടും.
ഇനി ഇതുപോലെ തന്നെയാണ് ഏതാണ്ട് സൈക്ലോബ്യൂട്ടൈൻ 1,2 ഡൈ കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ അകത്ത് രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഒരു 4 മെമ്പർ റിങ്ങിന്റെ അകത്ത് രണ്ടറ്റത്ത് COH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. അപ്പൊ ഈ CH COH ഇത് എവിടുന്നാ വരണേന്ന് മനസ്സിലാക്കണം. ദിസ് കംസ് ഫ്രം ലൈക്ക് ഡൈഡിൻ മെലനൈറ്റ്. ഇനി ഇതിന്റെ അകത്ത് ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട് അല്ലെ, ഇത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്ന ജോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ CH2 Br വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. രണ്ട് മോളിക്യൂൾ ഡൈഡിൻ മെലനൈറ്റും ഒരു CH2 Br അങ്ങനെയുള്ള ഈ മോളിക്യൂളും വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ഇടയിൽ കണക്ഷൻ തന്നെ എങ്ങനെയാണ്, CH2 നമ്മളിവിടെ സക്സിനിക് ആസിഡിന്റെ കണക്ഷൻ വരത്തില്ലേ, അതുപോലെ ഇതിന്റെ ഇടയിൽ ഒരു അയഡിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കണക്ഷൻ കിട്ടും. അത് പറയാം. ഇപ്പം ഇതെടുക്കുന്നതിന് പകരം ഒരു മോളിക്യൂളേ എടുക്കാവുള്ളൂ. അതിൻ്റെ അകത്ത് CH2 Br ഇപ്പൊ ഇത് സോഡിയം സോൾട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. സോറി, രണ്ട് മോളിക്യൂൾ എടുക്കണം. രണ്ട് മോളിക്യൂൾ സോഡിയം ഇതിൽ എസ്റ്ററിന്റെ സോഡിയം സോൾട്ട് ആയിട്ടുള്ള രണ്ട് മോളിക്യൂൾ എടുക്കണം. രണ്ടെണ്ണം ഇല്ലേ, രണ്ട് ആസിഡ് ഉണ്ടല്ലോ. അപ്പം CH2Na COET ഓക്കെ, ഇത് രണ്ടും കണ്ടൻസ് ചെയ്ത് പോകും. ഇത് രണ്ടും കൂടെ കണ്ടൻസ് ചെയ്ത് പോകും കേട്ടോ. ഇങ്ങനെ കണക്ഷൻ കിട്ടും. ഇനി എന്താ, ഇത് തമ്മിലാണ് കണക്ഷൻ പറയുന്നത്. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഈ ഹൈഡ്രജനെ മാറ്റണം. ആ ഹൈഡ്രജൻ മാറ്റണമെങ്കിൽ മീഡിയം സോഡിയം ഓക്സൈഡ് കയറ്റാം. അപ്പോൾ അവിടെ സോഡിയം കയറിക്കോളും. ഇനി സോഡിയം കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ ഇടയിൽ ഒരു അയഡിൻ കൊണ്ടിടാം. അപ്പോൾ ഈ അയഡിനും ഈ സോഡിയം ഒക്കെ കൂടി അങ്ങ് റിയാക്ട് ചെയ്ത് ഇതിന്റെ ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും ആൻഡ് യു വിൽ ഗെറ്റ് ദിസ് കോമ്പൗണ്ട്. അപ്പോൾ ഇത്രയും സാധനത്തിന് ഒരു ജനറൽ പാറ്റേൺ ഉണ്ട്. ഇനി ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് വേറൊരു പാറ്റേണിലുള്ള റിയാക്ഷനാണ്. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആസിഡ് അത് നോക്കാം. നമുക്ക് ആവശ്യമുള്ളത് CH3CHCOH ഈ ഗ്രൂപ്പ് എപ്പോഴും എവിടെ തന്നെ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഡൈഡിൻ മെലനൈറ്റ്. അപ്പൊ ഇപ്പുറത്തുള്ള ഗ്രൂപ്പോ ഇതാണ് വേറൊരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ. അത് CH3C ഡബിൾ ബോണ്ട്. ഇതെന്താ, അസറ്റൈൽഡിഹൈഡ്. അതുപോലെ ഏതെങ്കിലും ഒരു കീറ്റോൺ ഗ്രൂപ്പിന്റെ അകത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ CH2COET ഇട്ട് കഴിഞ്ഞാൽ ഈ കണ്ടൻസേഷൻ നടക്കും കണ്ടോ. അപ്പൊ ഈ പറയുന്ന ഗ്രൂപ്പ് CH3CH ഡബിൾ ബോണ്ട് COET എന്ന് പറയുന്നത്, ഇത് എനിക്ക് തോന്നുന്നു പിരിഡിന്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ബേസ് സോഡിയം ഓക്സൈഡ് ഒന്നുമല്ല, പിരിഡിൻ എന്ന് പറയുന്ന ഒരു മീഡിയത്തിലാണ് നടക്കുന്നത്. ആൻഡ് ദിസ് കോമ്പൗണ്ട് ഇസ് ഫോം. ഇത് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യൂഷ്വൽ തിങ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് NaCl ചെയ്യുക. അപ്പോൾ ആസിഡ് ആവും. പിന്നെ ഡികാർബോക്സിലേഷൻ ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് മോണോകാർബോക്സിലിക് ആസിഡ് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് കീറ്റോൺ പെൻറ്റൂഓൺ. കീറ്റോൺസിനെ ഉണ്ടാക്കാം. ഇത്രയും നമ്മൾ ആസിഡ് ആണെന്ന് പറഞ്ഞു. ഒരു കീറ്റോണിനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കീറ്റോണിന്റെ സിയോടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു CH2 ഗ്രൂപ്പ് വരുന്നത് എന്ത് ചെയ്യുന്നതായിരിക്കണം, ഈ പറയുന്ന ഡൈഇഥൈൽ മെലോണേറ്റിന് ആയിരിക്കും. അപ്പം ഡൈഇഥൈൽ മെലോണേറ്റിന്റെ സോഡിയം സോൾട്ട് എടുക്കുക. എന്നിട്ട് ഈ ഗ്രൂപ്പിനെ ഇൻസേർട്ട് ചെയ്യുക. ഇതെന്താ, ഒരു ഈഥൈൽ ഗ്രൂപ്പാണ് അല്ലേ. പിന്നെ ഈ ഗ്രൂപ്പിനെ ഇൻസേർട്ട് ചെയ്യുക. എൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഗ്രൂപ്പുകളെ CH3 CH2 Cl. ഇവിടെ എന്തായിരിക്കും CH3 COCl. അങ്ങനെയുള്ള രണ്ട് ഗ്രൂപ്പുകൾ കയറ്റാൻ പറ്റില്ലേ. എന്ത് ചെയ്താൽ മതി, സോഡിയം സോൾട്ട് എടുക്കുക, മറ്റേ ഈഥൈൽ ബ്രോമൈഡ് എടുക്കുക. അപ്പൊ ഇത് രണ്ടും കൂടി ഇവിടെ ബോണ്ട് ആയിക്കോളും. ഇനി അടുത്ത ഹൈഡ്രജനെ മാറ്റണമെങ്കിലോ വീണ്ടും ഒരു സോഡിയം മെറ്റോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുക. അപ്പം ഇവിടെയുള്ള ഹൈഡ്രജൻ മാറി ഇവിടെ Na ആകും. ഓക്കെ, എന്നിട്ട് വീണ്ടും അടുത്ത ആളാരാ, CH3COCl കയറ്റണം. ഓക്കെ, ClCOCH3. അപ്പം ഈ ക്ലോറിനും ഈ സോഡിയം കൂടി പോകും, ബോണ്ടായി. അപ്പൊ ഇത് ഇത്രയും പോർഷൻ ഉണ്ടായി. പക്ഷെ ഇതിലൊരു എസ്റ്റർ ഗ്രൂപ്പ് രണ്ടെണ്ണം എക്സസ് വന്നിട്ടുണ്ട്. നമ്മൾ കോമൺ പ്രൊസീജിയറിൽ പോകണമെന്നാണെങ്കിൽ മോണോ കാർബോക്സിലിക് ആസിഡിൽ വന്ന് അവസാനിക്കും അല്ലേ. അപ്പൊ ഇത് ഒരു റിയേജന്റ് ഉണ്ട്, അസിറ്റിക് ആസിഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക. അസിറ്റിക് ആസിഡ് വെച്ചിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ both of this thing will be eliminated. അപ്പോൾ ഒരു കോമൺ പ്രൊസീജിയറും അപ്പോൾ ഇതിനൊരു കോമൺ പ്രൊസീജിയർ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്, അസിറ്റിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പോർഷൻ അങ്ങനെ തന്നെ പോകും. ആൻഡ് യു വിൽ ഗെറ്റ് CH2 ഗ്രൂപ്പ് ഹിയർ. ബാക്കി CH2 CH3 COCH3 കണ്ടോ. അപ്പോൾ കറസ്പോണ്ടിങ് ketone forms. So these are the synthetic uses of diethyl malonate.